റാഗിങ്ങിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരണമെന്ന് സൂചിപ്പിക്കുന്ന വാർത്തയാണ് ചെന്നിത്തല നവോദയ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ണൂർ അഴീക്കലിന് സമീപം തീപിടിച്ച കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ജലപ്രവാഹങ്ങളുടെ ഗതിയനുസരിച്ച് മാലിന്യങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞേക്കാം എന്നാണ് വിലയിരുത്തൽ. ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, ഇപ്പോൾ ഈ വാർത്തയുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ഒരു ജലപ്രവാഹ നീക്ക വാർത്ത വരുന്നത്. ആദ്യം അത് ഈ ജലപ്രവാഹത്തിലൂടെ അതിശക്തമായിട്ട് കണ്ടെയ്നറുകളും അതിലെ മാലിന്യങ്ങളുമെല്ലാം തെക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അത് തമിഴ്നാട്ടിലേക്കോ ശ്രീലങ്കയിലേക്കോ ചെന്ന് അവിടുത്തെ തീരങ്ങളിൽ അടിയുമെന്നുള്ള രീതിയിലാണ്. അതിനു മുമ്പേ തന്നെ നമ്മുടെ തന്നെ തെക്കൻ തീരങ്ങളിൽ അടിയുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്ന് പറയുന്ന സംഘടനയാണ് സമുദ്രത്തിൻ്റെ സ്ഥിതിവിവരങ്ങൾ രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്യുന്ന ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇൻകോയ്സ്. ഇൻകോയ്സിൻ്റെ വിവരശേഖരണം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇൻകോയ്സ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ 2 മുതൽ 3 ദിവസത്തിനകം ഇന്ന് ഏകദേശം തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മുതൽ 3 ദിവസത്തിനകം തന്നെ ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ തീരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതിലവർ വ്യക്തമായി പറയുന്നത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ തീരപ്രദേശങ്ങൾ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും എത്തപ്പെടാനുള്ള സാധ്യത കൂടി പറയുന്നു. ഒപ്പം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം എന്ന് ലോക്കൽ ബോഡീസ്, അതായത് ഈ തീരപ്രദേശങ്ങളിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അവർ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ ചലനം അല്ലെങ്കിൽ പ്രവാഹം വടക്ക് നിന്ന് തെക്കോട്ടാണ്. അത് നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്ക തമിഴ്നാട് തീരങ്ങളെ വരെ എത്താനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അത്രയധികം ശക്തിയോടുകൂടിയാണ് ഈ ഒഴുക്ക് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് നീങ്ങുന്നത്. ആ ഒരു കണക്ക് വെച്ചാണ് പറയുന്നത് തെക്കോട്ടേക്ക് നീങ്ങപ്പെടും എന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനൊരു സാധ്യതയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരപ്രദേശങ്ങൾ, അതായത് ഈ ബീച്ച്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്തിച്ചേരപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ആ സ്ഥലങ്ങളിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൃത്യമായും ഒരു നിരീക്ഷണം നടത്തണം. ഒപ്പം ഇത് വരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ അതെങ്ങനെയാണ് എന്നുള്ളതും അവർ അടുത്ത മണിക്കൂറിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു പത്രക്കുറിപ്പ് കൂടി ഇറക്കും. ഇത് അവരുടെ ഒരു പത്രക്കുറിപ്പിൽ നിന്ന് നമുക്ക് ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നത്, അതായത് ഈ കപ്പൽ ചെരിഞ്ഞ് ആ ദിവസം വൈകുന്നേരം 4 മണി മുതൽ തന്നെ അതിൽ നിന്നും എണ്ണ അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഇന്ധനം പുറത്തേക്ക് ചെറിയ തോതിൽ വന്നു തുടങ്ങിയിരുന്നു. ആ ഇന്ധനം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. കാരണം ഇനി ഇന്ധന ടാങ്കുകളിൽ നിന്ന് വലിയ തരത്തിൽ ചോർച്ചയുണ്ടാവുകയും അത് ആ ഇന്ധനം അവിടെ നിന്ന് നേരെ ഒഴുകി തീരങ്ങളിലേക്ക് വരുന്നതിനൊപ്പം തന്നെ കടലിൻ്റെ ശരിക്കും കടലിൻ്റെ മധ്യഭാഗത്തൂടെ തന്നെ അത് ഒഴുകാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഒഴുകിക്കഴിഞ്ഞാൽ ഈ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം കോസ്റ്റ് ഗാർഡിനും ഒപ്പം നേവിക്കും നൽകിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വയ്ക്കുന്ന സാധനങ്ങൾ ഈ കണ്ടെയ്നറുകളിലുണ്ട് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഈ അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഇൻകോയ്സാണ് കോസ്റ്റ് ഗാർഡിന് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശമനുസരിച്ചാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ തീയണയ്ക്കൽ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻകോയ്സ് ഓരോ 6 മണിക്കൂർ കഴിയുമ്പോഴും അവരുടെ സ്ഥിതി വിവരങ്ങൾ അനുസരിച്ചുള്ള പത്രക്കുറിപ്പുകൾ പുറത്തേക്ക് വിടുന്ന പതിവുണ്ട്. ഇന്ന് രാവിലെ പുറത്തേക്ക് വിട്ട പത്രക്കുറിപ്പിലാണ് പറയുന്നത്. അത് ഡേറ്റ് സഹിതം അവർ പറയുന്നുണ്ട്. 13-ാം തീയതി 12-ാം തീയതിയും 13-ാം തീയതിയും തീരപ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് കേരള തീരത്തിനപ്പുറത്തേക്ക് തമിഴ്നാട് എത്താം, ശ്രീലങ്ക വരെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇതിനകത്തുള്ള വസ്തുക്കൾ തീരങ്ങളിലേക്ക് ഒഴുകി വരും എന്നുള്ളത് അവർ ഉറപ്പായി പറയുന്നു. അത് എന്തുമാത്രം കാഠിന്യമുള്ള അല്ലെങ്കിൽ എന്തുമാത്രം പാരിസ്ഥിതിക പ്രശ്നമുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നീട് മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിനൊപ്പം തന്നെ പറയുന്നതാണ് ഈ കപ്പലിനകത്ത് ഉള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകുന്നതിനെക്കുറിച്ച്. സാധാരണ വ്യത്യസ്തമായി കപ്പൽ അപകടമുണ്ടായി, അതായത് അവർ പറയുന്നതാണ് അതിനകത്തുണ്ടായ സ്ഫോടനത്തിന് ശേഷം ഉണ്ടായ അതിഭീകരമായ ചൂടും കാരണം ചെറിയ തോതിൽ ആദ്യഘട്ടത്തിൽ ഇന്ധന ചോർച്ചയുണ്ടായി. ഇപ്പോൾ വലിയ തരത്തിലുള്ള ചൂടും ഒപ്പം തന്നെ പുകയും എല്ലാം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ വിവിധ ടാങ്കുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഏതു നിമിഷവും ഒരു സ്ഫോടനത്തോടു കൂടിയോ അല്ലാതെ പൊട്ടിപ്പുറത്തേക്ക് വരും. അത് ഒഴുകുന്നത് അവർ കൃത്യമായി നൽകിയിട്ടുള്ള ഒരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിൽ പറയുന്ന അനുസരിച്ചും അത് ഒഴുകി വരുന്നത് തെക്കൻ ഭാഗത്തേക്ക് തന്നെയായിരിക്കും. അത്തരത്തിൽ കടലിനും ഒപ്പം തന്നെ തീരത്തിനുമൊക്കെ
ദോഷകരമായ ഒരു രീതി ഈ ഇന്ധനം ഒഴുകുമ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഇന്ധനത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കോസ്റ്റ് ഗാർഡിന് ഇപ്പോൾ ഇൻക്വയസ് നൽകിയിട്ടുള്ളത്. MS. ശരി, ഡി ബിനോയാണ്. ഇതിന് ശേഷമുള്ള തുടർച്ചയായ ജലപ്രവാഹത്തിൽ ഈ കണ്ടെയ്നറുകൾ, അതിലെ മാലിന്യങ്ങൾ എവിടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഡി ബിനോയ്. കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിലെ തീപിടിച്ച വാൻഹായി ചരക്ക് കപ്പലിലെ തീയുടെ വ്യാപനം കുറഞ്ഞു എന്നുള്ളത് അല്പം മാത്രം ആശ്വാസമാവുന്ന ഒരു വാർത്തയായിട്ട് മുന്നിലേക്ക് വരുന്നു. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കപ്പലിൻ്റെ ചെരിവാണെങ്കിൽ 18 ഡിഗ്രിയായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. റിയാസ് KMR ചേരുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് ചെറിയ ആശ്വാസമെന്ന് തോന്നിപ്പിക്കുന്നു, മറുഭാഗത്ത് 18 ഡിഗ്രിയായി ചെരിവ് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, റിയാസ് KMR? MS, ഈ വാൻഹായ് 503 കപ്പലിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഒരു ചെറിയ വിഘാതം സൃഷ്ടിക്കുകയാണ് ഉൾക്കടലിലെ ശക്തമായ മഴ. ആ മഴ ഇത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ, കോഴിക്കോട് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമാണ് ഉൾക്കടലിലെയും മഴ എന്നാണ് അവിടെ നിന്നും വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയുടെ ഡോണിയർ അടക്കമുള്ള സംവിധാനങ്ങൾ പറത്തി അത് അവിടെ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ മഴ കുറയേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ശക്തമായ ഒരു വെള്ളം ചീറ്റിക്കൊണ്ടുള്ള പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ്. 4 കപ്പലുകളിലാണ് ഇപ്പോൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ 3 കപ്പലുകളിലാണ് വെള്ളം ചീറ്റിയത്. അതിൻ്റെ ഒരു ഫലമായി തന്നെ ഈ തീപിടുത്തത്തിന്റെ വ്യാപനം ഒന്ന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ 4 കപ്പലുകൾ കൊണ്ടുള്ള ഈ വെള്ളം ചീറ്റലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ശേഷമായിരിക്കും ഇവർ എന്തായാലും മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുക. MS. ശരി, റിയാസ് KMR ആണ് ചരക്ക് കപ്പലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കിയത്.